നമസ്കാരം സുഹൃത്തുക്കളെ, മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് കുണ്ടായിത്തോടാണ്. ജാവയെക്കുറിച്ചാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ജാവ എന്ന് പറയുമ്പം ഒരു കാലത്ത് നമ്മുടെ റോഡുകളെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഇരുചക്ര വാഹനമാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ നമ്മളോട് വൈഷ്ണവ് നമ്മളോട് കൂടെയുണ്ട്. വൈഷ്ണവ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ ജാവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മോട്ടോറിക്കയിലെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ജാവ? ജാവ എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്തെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് റോഡുകളെ അടക്കി ഭരിച്ചിരുന്ന ഒരു വാഹനമാണ്. ഒരു പ്രീമിയം ഒരു ക്ലാസിക് ടൈപ്പ് വാഹനമായിരുന്നു. ഇപ്പോഴും അതിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിലും അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ഇടയ്ക്ക് നമ്മുടെ വാഹനം ഒന്ന് മങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ പൂർവാധികം ശക്തിയോടെ തന്നെ നമ്മുടെ വാഹനം, ഇരുചക്ര വാഹനം ഇപ്പോൾ റോഡുകളിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പ്രീമിയം ബ്രാൻഡുകൾ ഇരുചക്ര വാഹനത്തിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പം മറ്റ് പ്രീമിയം ഇരുചക്ര വാഹനത്തിൽ നിന്നും ജാവ എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? ജാവ വ്യത്യസ്തപ്പെടുന്നത് എന്താ വെച്ചാൽ, പണ്ട് കാലത്തെ ആ റെട്രോ ഒരു ഫീൽ, ആ ഒരു ലുക്ക് നമുക്ക് ഇപ്പോഴും ഇപ്പോഴത്തെ ഈ ഒരു ജാവ മോഡൽ ബൈക്സിന് വരുന്നുണ്ട്. ആ പഴയ ഒരു റെട്രോ ലുക്സ് ഇപ്പോഴും നമ്മുടെ ജാവയ്ക്ക് വരുന്നുണ്ട്. പോരാത്തിന് 350cc നമുക്ക് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ നമ്മുടെ 350cc വണ്ടിക്കും ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ഡ്രൈവിന് പോകാനും ഇപ്പം സാധാ ഒരു കോമൺ യാത്രയ്ക്കാണെങ്കിൽ പോലും കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവിംഗ് ആണ് നമ്മൾ ഇവിടുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു എഞ്ചിനിലൂടെ വളരെ ഈസി ആയിരിക്കും, നമുക്ക് ഓടിക്കുന്നതിൽ വളരെ ഈസി ആയിരിക്കും. പോരാത്തതിന് നമ്മുടെ എൻജിൻസിന്റെ പവറും അതേപോലെ ടോർക്കും 29.1 ആണ് നമ്മുടെ PHP പവർ വരുന്നത്. അതേപോലെ തന്നെ 29 നമുക്ക് ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ കമ്പനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പവറും ടോർക്കും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി അത്രയും എന്താവും, കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും, ബെറ്റർ അനുഭവങ്ങളും. കാരണം ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ഓഫ് റോഡിങ്ങിന് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയും ബെസ്റ്റ് ഒരു ചോയ്സും കൂടിയാണ് നമ്മുടെ ജാവ എന്ന് പറയുന്ന ബൈക്ക്. നമ്മളിപ്പോൾ കാണുന്ന വണ്ടി എസ്റ്റിൻ്റെ അഡ്വഞ്ചർ ആണ്. അതെ, അഡ്വഞ്ചർ. അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്ന് പറഞ്ഞു. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മുടെ SD അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു മോഡലാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് 350cc ആണ് വരുന്നത്. നമ്മുടെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്, നമ്മുടെ എൻജിൻ വരുന്നത് ലിക്വിഡ് കൂൾ എൻജിനാണ്. അതേപോലെ തന്നെ ബാക്കി ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് ടാങ്കിന്റെ ലിറ്റർ കപ്പാസിറ്റി 15.5 ലിറ്ററാണ് കപ്പാസിറ്റി വരിക. പോരാത്തത് ഇതൊരു ഓഫ് റോഡ് ടൈപ്പ് വണ്ടിയാണ്. നമുക്കൊരു ഓഫ് റോഡ് റൈഡിങ് അതേപോലെ തന്നെ ലോങ് ഡ്രൈവ് കാര്യങ്ങൾക്കൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ജാവേൻ്റെ SD അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡൽ. ഇത് നമുക്ക് ഓൺ റോഡ് എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇത് ഓൺ റോഡ് നമുക്ക് ഈ ഒരു കളറാണ് വരുന്നത് വെച്ചാൽ 287 ആണ് വരിക. 287 അല്ലേ? അപ്പം നമുക്കൊരു ഇതിപ്പോൾ ഒരു EMI ഇറക്കണം എന്ന് വിചാരിച്ചാൽ എത്ര രൂപ നമ്മളെ കയ്യിൽ വേണം? നമുക്ക് EMI ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 20,000 റുപ്പീസ് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. നമുക്കിതിൽ 2 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിലുള്ളത്. ടോട്ടൽ 4 കളറാണ് വരിക. ഒരു ഗ്രേ വരും, പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റ്, ഒരു ബ്ലാക്ക്, പിന്നെ അതേപോലെ ഒരു മെറൂണ്. അതിലിപ്പോൾ നമ്മുടെ അടുത്തുള്ള ബ്ലാക്കും വൈറ്റും ആണ് ഇപ്പോൾ ഈ കാണുന്ന 2 വണ്ടികൾ. അതിൽ വൈറ്റ് കുറച്ചും കൂടി ഗ്ലോസി ടൈപ്പ് കളറാണ്, മാറ്റ് അല്ല. നമുക്ക് ബ്ലാക്കും മെറൂണും ആണ് മാറ്റിൽ വരിക. വൈറ്റ് അതേപോലെ ഗ്രേയും ആണ് ഗ്ലോസി ടൈപ്പിൽ വരിക. കാണാൻ കുറച്ചും കൂടി ഷൈനിങ് ആയിരിക്കും. ഇത് നമ്മളെ ലിക്വിഡ് കൂൾ എഞ്ചിൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെ പറ്റി ഒരു എന്താണ് അത് എന്ന് പറഞ്ഞു. ലിക്വിഡ് കൂൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈഡേഴ്സിന് കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഹീറ്റിംഗ് പ്രോബ്ലംസ് കുറച്ച് കുറവായിരിക്കും. മറ്റുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള വണ്ടികൾ ഏറ്റവും കൂടുതൽ എയർ കൂൾഡും അതേപോലെ തന്നെ ഓയിൽ കൂൾഡും ആയിരിക്കും. നമ്മളുടെ എന്താ വെച്ചാൽ ലിക്വിഡ് കൂൾ ആയതുകൊണ്ട് ഹീറ്റിങ്സ് സാധാ ഒരു 350cc വരുന്ന ഹീറ്റിങ്സ് അല്ലാതെ ഓവർ ഹീറ്റിങ്സോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള മറ്റുള്ള റെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ജാവ 42 മോഡൽ നമുക്ക് തുടക്കം മുതലേ ഉള്ളൊരു മോഡലല്ലേ? അതെ. അപ്പം അതിൽ നിന്ന് ഈ മോഡലിൽ കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്? പണ്ട് കാലത്തെ ജാവ 42 എന്ന് പറഞ്ഞ മോഡൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ
ഒരു 350cc കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ 42 FJ എന്ന് പറഞ്ഞ ജാവയുടെ മോഡൽ പുതിയതായിട്ട് ഇറങ്ങിയത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഓക്കെ. പോരാത്തതിന് ഇതിന്റെ പവർ വരിക 28 ആണ് ഇതിന്റെ പവർ വരുന്നത്, PHP പവർ വരുന്നത്. അതേപോലെ തന്നെ 29.3 ആണ് ഇതിന്റെ ടോർക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു ബെറ്റർ റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ഒരു പുതിയ മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പോരാത്തതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 350cc ആയതുകൊണ്ട് നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് 2 ജനറേഷനും കൂടെ ആകർഷിക്കുന്ന രീതിയിലാണ്. അതെ, രണ്ട് ജനറേഷനിലും കൂടി ആകർഷിക്കുന്ന രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ പഴയ ക്ലാസിക് ബൈക്സിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്കും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കും കൂടി കുറച്ചും കൂടി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റെട്രോ ക്ലാസിക് ലുക്ക് ആണ് ഇപ്പോഴത്തെ മോഡൽസിന് വന്നത്. പോരാത്തതിന് ഒരു മോഡേൺ ലുക്കും കൂടിയാണ്. ഓക്കെ. ബെറ്റർ മൈലേജും ഉണ്ട്. ബെറ്റർ മൈലേജും കൂടി ഉണ്ട്. BSA എന്ന് പറയുന്നത് ലോക നിരത്തുകളിൽ തന്നെ ഉണ്ടായിരുന്ന ബ്രാൻഡാണ്. അതിപ്പോൾ നമുക്ക് ഇന്ത്യൻ നിരത്തുകളിലേക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലോങ് ഡ്രൈവിനും അതുപോലെ തന്നെ സിറ്റി ഡ്രൈവിനും ഒരുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെ. ബാക്കി എന്തൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത? ബാക്കി എന്ന് പറയുന്നത് ഇത് BSAൻ്റെ ഗോൾസ്റ്റർ 650 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ കപ്പാസിറ്റി, എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 652cc ആണ് കപ്പാസിറ്റി വരുന്നത്. പോരാത്തതിന് 45 PHP ആണ് ഇതിൻ്റെ പവർ വരിക. അതേപോലെ തന്നെ 55 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. ടോർക്ക് 55 എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഒരു പുള്ളിങ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോകുന്ന ഒരാളാണെങ്കിൽ 45 PHP പവറിൽ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസോട് കൂടിയ ഒരു റൈഡിങ് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പോരാത്തതിന് ഈ പറഞ്ഞ പോലെ 55 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇനീഷ്യലായിട്ട് ഒരു പുള്ളിങ് ഒരു ഫീല് ഇതിൽ നിന്ന് കിട്ടും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സിലിണ്ടർ മോഡലാണ് ഈ പറഞ്ഞ ഈ BSAയുടെ ഗോൾസ്റ്റർ 650 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പം നമ്മളെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം നിലവിലൊരു ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന നമ്മളൊരു പ്രേക്ഷകന് തോന്നുകയാണ് ജാവ വാങ്ങിച്ചു കളയാൻ തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഷോറൂമിലേക്ക് നമ്മളെ ഈ കോഴിക്കോട് കുണ്ടായത്തോടുള്ള നമ്മളെ ഈ ഷോറൂമിലേക്ക് വരുമ്പോൾ അവർക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ ലഭ്യമാണോ, ലോൺ സൗകര്യം ലഭ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായി. നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം ലോൺ സൗകര്യം ഒക്കെ ലഭ്യമാണ്. നമുക്ക് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ജാവേൻ്റെ ഇപ്പോൾ 350 വെഹിക്കിൾ ആയിക്കോട്ടെ, 650 വെഹിക്കിൾ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ആണ് വരുന്നത്. നമുക്ക് 20,000 ആണ് സ്റ്റാർട്ടിങ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. അപ്പോൾ 20,000 രൂപ ഡൗൺ പേയ്മെന്റ് 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജാവ വണ്ടി നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. ലോണ് ഒക്കെ നമുക്ക് ഇവിടെ ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇൻസ്റ്റന്റ് ആയിട്ടാണ് ലോണൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അപ്രൂവലും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും. ഏത് ലോൺ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കസ്റ്റമേഴ്സിന്റെ ട്രാക്ക് അനുസരിച്ച് സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോണൊക്കെ ചെയ്ത് കൊടുക്കാനാണ്. പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. വൈഷ്ണവ, നമ്മൾ ജാവയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തത്. എന്താണ് ജാവ, എങ്ങനെ ഈസി ആയിട്ട് ജാവ നമുക്ക് വാങ്ങിക്കാം ഉള്ള കാര്യങ്ങളൊക്കെ വൈഷ്ണവ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മോട്ടോർഗയുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മൾ ഷോറൂമിൻ്റെ ലൊക്കേഷനും കൂടെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലുള്ള കുണ്ടായത്തോട് ചെറുവണ്ണൂരാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്, നമ്മുടെ ജാവ ഷോറൂം വരുന്നത്. നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് വന്നാൽ കുറച്ച് സൗകര്യമായിരിക്കും അല്ലേ? ഓക്കെ. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ കണ്ടുമുട്ടാം.